പറയുന്നത് അയാൾ രതിസുഖം പോലെ ആസ്വദിക്കുന്ന ഒരു അങ്ങേറ്റം ഇയാളും ഇയാളുടെ ഭാര്യയും ഇയാളുടെ മക്കളും ഇയാളുടെ സിൽബന്ധികളും ചേർന്ന് നിൽക്കുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. ഈ മുടിഞ്ഞ കിച്ചൺ ക്യാബിനറ്റ് നിങ്ങൾക്ക് ലക്ഷം കോടി കിലോമീറ്റർ ദൂരത്തോടെ പോകാൻ ധൈര്യം ഉണ്ടോ? ഈ പറയുന്ന MP ഗോവിന്ദനല്ലോ ഉണ്ടോ? ലക്ഷം കോടി കിലോമീറ്റർ ദൂരത്തോടെ പോകാൻ ധൈര്യം ഉണ്ട്. ഷാജിയേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ അവസാനമായി നാം കേട്ട സർക്കാരിന്റെ ഒരു ധൂർത്ത് എന്ന് പറയുന്നത്, ഒന്ന് PSC അംഗങ്ങളായി 21 പേരുണ്ട്. 21 പേർ മന്ത്രിസഭ പോലെ 21 അംഗങ്ങളാണ് PSC അംഗങ്ങളായിട്ടുള്ളത്. ഇവരുടെയൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു. അത് ഏതാണ്ട് ഒരാൾക്ക് 3 ലക്ഷത്തിൽ അധികം വരെ തുക വരത്തക്ക രീതിയിൽ. മറ്റൊന്ന്, ഇവര് ഈ പറയുന്ന KV തോമസ് എന്ന കേന്ദ്രത്തിൽ ഡൽഹിയിൽ കേരളത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായി ഇവർ കണ്ടുപിടിച്ച വലിയ കണ്ടുപിടുത്തം, ഒരു വലിയ മഹാൻ, ആ മഹാന് യാത്രാപ്പഴി ഇനത്തിൽ 11 ലക്ഷം രൂപ വേണമെന്ന് സർക്കാർ ഇതാ പറഞ്ഞിരിക്കുന്നു. ചേട്ടാ, ഇതെല്ലാം പറയുമ്പോഴും ആശാ വർക്കർമാർ ഏതാണ്ട് എത്രയെങ്കിലും ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് നടയിൽ തങ്ങളുടെ വേതനം കൂട്ടിത്തരുന്നതിനെ സംബന്ധിച്ച് സംശയിക്കുമ്പോൾ അവരെ കൊഞ്ഞനം കാട്ടുന്ന ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ LDF യോഗത്തിൽ ബ്രൂവറി പ്രശ്നത്തിലും ഘടകകക്ഷികളെയൊക്കെ അങ്ങ് അടിച്ചൊതുക്കി ഇരുത്തി. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ഭരണകൂടം, ഈ സർക്കാർ, ഈ മുഖ്യമന്ത്രി, നമ്മൾ കാണുന്ന ഇവരെല്ലാം തന്നെയും തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണോ? CPIM എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ? അതെ ഇനി മറ്റെന്തെങ്കിലുമാണോ? അല്ല, ഇത് ശരിക്കും എന്താണ് നമ്മളിപ്പോ ഇത് പറയുമ്പോൾ പ്രാഥമികമായി പറഞ്ഞ നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള ഒരു ക്ലീഷയാണ് പറയേണ്ടത്. ഇത് റോമാ നഗരം കത്തുമ്പോ വീണ വായിച്ച നീറോ ആണ് വാസ്തവത്തിൽ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാണ്. ഇതുപോലെ ചെറ്റത്തരം, ഇതുപോലെ തെമ്മാടിത്തം, ഇതുപോലെ അഹങ്കാരിത്തം, ഇതുപോലെ ദുർവൃത്തികൾ, ഇതുപോലെ പരപീഡനവും പുച്ഛവും മുഖമുദ്രയാക്കിയിട്ട് ഒരാളെ നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ ഇന്നേ വരെ കാണിച്ചു തരാൻ പറ്റും? നിങ്ങൾക്ക് ഒരിക്കലും അത് കാണിച്ചു. ഇത് മറ്റു തരത്തിൽ പറയുന്നതല്ല. ഇല്ല എന്നതിന്റെ ഉദാഹരണം ഞങ്ങൾ ഒന്ന് തിരിച്ചത് ആലോചിച്ച് നോക്കുക. ആശാവർക്കർമാർ ഈ കത്തിക്കാളുന്ന വെയിലത്താണ് സമരം ചെയ്യുമ്പോൾ അതിനോട് 10% മുഖം തിരിച്ചു നിൽക്കാൻ ഈ മനുഷ്യൻ എങ്ങനെയാണ് സാധ്യമാവുന്നത്? എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്? ഇയാൾക്ക് ഇത് സാധ്യമാവുകയുള്ളൂ. അവിടെയാണ് ഇതിന്റെ വിഷയം. കാരണം ഇതിനകത്തെല്ലാം ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു സംഭവമാണ്. ഇയാള് കേരളത്തിലെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോൾ ഇയാൾ ഒരു ഇന്റർവ്യൂ വന്നിട്ടായിരുന്നു മലയാള മനോരമ പത്രത്തിനകത്ത്. ആ പത്രത്തിനകത്ത് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കമന്റ് ഉണ്ട്. എന്താ കമന്റ്? നിങ്ങള് ഒരു വേദനയും എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അലട്ടിയിട്ടില്ല, ഒരു വേദനയും നാളെ എന്നെ അലട്ടുകയുമില്ല. ഇയാൾ പറഞ്ഞതാണത്. കേരളത്തിലെ മന്ത്രിയായിരിക്കുന്നയാൾ, പിന്നീട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നയാൾ, പിന്നീട് ഇപ്പൊ മുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ, ഇത്രയും വലിയ ഒരു ചെറ്റത്തരം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ കേരളത്തിൽ അത് ഇപ്പോഴും ജീവനോടെ ബാക്കി ഉണ്ടാവോ? ഏതൊക്കെ ഒരാളുണ്ടാവോ? അത് എവിടെ ഇരുന്നിട്ട് മന്ത്രിയുടെ പദവിയിൽ ഇരുന്നിട്ടാണ് അയാൾ പറഞ്ഞത്. ഒരു വേദനയും എന്നെ ഇന്നേ വരെ ജീവിതത്തിൽ അലട്ടില്ല. കാരണം എന്നറിയോ? അയാൾക്ക് കൊലപാതകം നടത്തുക എന്ന് പറയുന്നത്, ഒരാളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത്, ഒരാളെ പരപീഡനത്തിന് വിധേയമാക്കുക, അയാളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അയാൾ രതിസുഖം പോലെ ആസ്വദിക്കുന്ന ഒരു അങ്ങേറ്റം ദുർബലനായിരിക്കുന്ന ഒരാളാണ് അയാൾ. ഈ ദുർബലാവസ്ഥയുടെ പ്രകടീകരണമാണ് ഈ കാണിക്കുന്ന എല്ലാ സംഭവങ്ങളും. ഇതിനകത്ത് വേറൊരു ഉദാഹരണം നിങ്ങൾ എടുത്തു നോക്ക്. CPI എന്റെ നാട്ടിൽ CPIയുടെ വളരെ പ്രമുഖനായിരിക്കുന്ന നേതാവായിരുന്നു സഖാവ് PV കുഞ്ഞിരാമേട്ടൻ. പന്നിന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന CV കുഞ്ഞിരാമേട്ടൻ. ഗോവ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന മലബാറുകാരനായിരിക്കുന്ന ഒരാൾ, മാഹി യുവജന സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന RIN കലാപത്തിനകത്ത് പങ്കെടുത്തിരിക്കുന്നയാൾ. ഇങ്ങനെ ഒട്ടനവധി സമരമുഖങ്ങൾക്ക് പങ്കെടുക്കുന്ന അതിപ്രഗത്ഭനായ പ്രാസംഗികന് കൂടിയായിരിക്കുന്ന PV കുഞ്ഞിരാമേട്ടൻ 1964 പാർട്ടി തുറന്നപ്പോൾ അദ്ദേഹം CPIയിലാണ്. ഈ പന്നിന്നൂർ എന്ന് പറയുന്ന തലശ്ശേരിക്ക് അടുത്തുണ്ടായിരിക്കുന്ന ശുക്രിക്ക് അടുത്തുണ്ടായിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ വളരെയധികം വർദ്ധിപ്പിച്ചപ്പോ അത് വാങ്ങില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അത്യപൂർവം പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഈ CPIയുടെ വലിയ നേതാവായിട്ടുള്ള സഖാവ് CV കുഞ്ഞിരാമേട്ടൻ. ഈ കുഞ്ഞിരാമേട്ടന്റെ മാതൃക പിന്തുടരാൻ CPIക്ക് അകത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരാൾ CPIയെ പ്രതിനിധീകരിച്ച് PSCക്കകത്ത് വരുന്നുണ്ടെങ്കിൽ അത് വരുമെന്ന് പറയാനുള്ള ഉറപ്പും തന്റെ ഇടവും കൊടുക്കാൻ ഈ പറയുന്ന ഇപ്പോ നമ്മുടെ ബിനോ വിഷയത്തിന് ധൈര്യം ഉണ്ടാവും? പറയാൻ പറ്റുമായിരിക്കും. ധൈര്യം ഉണ്ടാവുമോ? അപ്പൊ നിങ്ങളിത് കാണിക്കുന്നത്, ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു തലമുറയെ ഈ മനുഷ്യൻ പൂർണ്ണമായും കേരളത്തെ എന്തായിട്ട് വന്ധീകരിക്കുകയാണ്. അത് മാത്രമല്ല, കേരളത്തെ പ്ലണ്ടർ ആൻഡ് ലൂട്ടറിങ്ങിന് വിധേയമാക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മറുഭാഗത്ത് വരുന്നു KV തോമസ്. അയാളെ പോലത്തെ രാഷ്ട്രീയത്തിലെ ഭിക്ഷാന്തഹിയായിരിക്കുന്ന ഒരാൾ ഈ ദുനിയാവിൽ വേറെ കാണും. നമ്മൾ ഒരു ഉറുപ്പുമില്ലാതെ അയാൾ വാങ്ങുന്നത് പ്രൊഫസറുടെ പെൻഷൻ അയാൾ വാങ്ങുന്നു, മന്ത്രിയുടെ പെൻഷൻ വാങ്ങുന്നു, MLAയുടെ പെൻഷൻ വാങ്ങുന്നു, MP യുടെ പെൻഷൻ വാങ്ങുന്നു.
ഇതെല്ലാം വാങ്ങും. അതിനാണ് ഇയാൾ ഓണററി എന്ന് പറയുന്ന സംഭവം കേൾക്കുന്നത്. പെൻഷൻമാരുടെ ഓണററി മതിയല്ലേ പറഞ്ഞു. ആ ഓണററി ഒരു ദൈവമില്ലാതെ ഈ കേരളത്തിലെ മനുഷ്യന്മാർ ഇങ്ങനെ എന്താ പറയാ പിന്നെ ആശാവർക്കർമാർ ഒരു ഭാഗത്ത് വരുന്നു, മറുഭാഗത്ത് പിന്നെ എന്താ പറയാ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു, അത് കുടിശ്ശികയാകുന്നു. ഇതൊന്നും ഇയാൾക്ക് ബാധകമല്ല. ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത് ഏതാണെന്നറിയോ? ഇയാളും ഇയാളുടെ ഭാര്യയും ഇയാളുടെ മക്കളും ഇയാളുടെ സിൽബന്ധികളും ചേർന്ന് നിൽക്കുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. ഈ മുടിഞ്ഞ കിച്ചൺ ക്യാബിനറ്റാണ് വാസ്തവത്തിൽ കേരളത്തെ ഇന്നിപ്പം നയിക്കുന്നത്. അതിനകത്ത് ഉന്നതരായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു, സർവ്വ പാർട്ടികളിലെയും വയ്ക്കുന്ന രാഷ്ട്രീയക്കാരായിരിക്കുന്ന എന്താ പറയാ തനി കീടങ്ങളായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു, കോടതി നിയമ സംവിധാനത്തിനകത്തുള്ള ആൾക്കാർ വരുന്നു. സർവ്വയാളെയും ഇങ്ങനെ എന്റെ കയ്യിൽ വെച്ചിട്ട് വിരാട് പുരുഷനെ പോലെ ജീവിക്കുന്ന ഒരു അങ്ങേയറ്റം ക്രൂരമായ ഒരു അഭ്യാസമാണ് വാസ്തവത്തിൽ ഇയാൾ നടത്തുന്നത്. ഇത് ഈ ഒരു സംഭവത്തെ ചെറുക്കേണ്ടത് ആര് എന്നാണ് ചോദ്യം. ഇതിപ്പോ പ്രതിപക്ഷ നേതാവൊക്കെ CPI-യിലൊക്കെ പരിഹരിക്കുന്നതിന് പരമാവധി പറഞ്ഞു. പക്ഷെ ഞാൻ അതിനകത്ത് പറയുന്ന ഒരു വിഷയം എവിടെയാണെന്നറിയോ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPI ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇതിനകത്ത് ഒരു ചെറുവിരൽ നിങ്ങൾ അനക്കുന്നില്ല എങ്കിൽ സംഭവിക്കാതിരിക്കുന്ന ദുരന്തം എന്താണെന്നറിയോ? ഈ കേരളം ഇപ്പൊ തന്നെ ഇത് മുടിച്ചിരിക്കുന്നു. ഇനി ഒന്നും എടുത്തു വെക്കാൻ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് ഇയാൾ ഇതിനെ നശിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് 100 കോടി ഉറുപ്പിയല്ലേ ഇയാൾ വാഹനം വാങ്ങാൻ മാറ്റി വെച്ചതല്ലേ? 100 കോടി ഉറുപ്പിയ. ഈ 100 കോടി ഉറുപ്പിയ അതിനകത്ത് നീക്കി വെക്കുന്ന സമയത്ത് അതിനകത്ത് പൈസ കിട്ടുന്ന ഈ പറയുന്ന ആശാവർക്കർമാരുടെ അവരുടെ പൈസ കൊടുത്തു പിന്നെ കുടിശ്ശിക കൊടുക്കാൻ കഴിയാതില്ലേ? അവർക്ക് നമ്മളെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയാതില്ലേ? വരേണ്ട വിഷയം എന്താണ്? ക്ഷേമ പെൻഷൻ കുറിച്ച് ഇത് ഇവിടെ വെറുതെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന തുകകൾ പിന്നെ സർക്കാർ ചെയ്യുമ്പോ അത് യുഡിഎഫിന്റെ അകത്തുള്ള പോലും വാങ്ങുകയല്ല വേണ്ടത്. ഞങ്ങളിത് വാങ്ങില്ലെന്ന് UDF-നെ പണിക്കാർ മാറ്റിയല്ലോ. CPI-യുടെ അംഗങ്ങൾ ഇത് തയ്യാറാകുമോ? അല്ലെങ്കിൽ അത് പാർട്ടിയോട് ആവശ്യപ്പെടുമോ? ഇതാ ഇപ്പൊ വെളിയം ഭാർഗവൻ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി അയക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ നിയമസഭയിൽ നിന്ന് MLA-മാർക്ക് കൊടുത്തിരിക്കുന്ന ടിവിയും ഫ്രിഡ്ജും കൊടുത്തിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ. അത് വാങ്ങരുതെന്ന് തീരുമാനിച്ച ആളാണ് ഈ പറയുന്ന വെളിയം. വാങ്ങരുത്, ഒരൊറ്റാൾ വാങ്ങിയില്ല. അഥവാ വാങ്ങിയിട്ടൊക്കെ തിരിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ സ്പീക്കറുടെ ചേംബറിൽ കൊണ്ടുപോയിട്ട് ആ സാധ്യതയിൽ ഓഫീസിൽ തിരിച്ചേൽപ്പിക്കണമെന്നാ പറഞ്ഞ്. ഇന്നത്തെ പത്രത്തിനകത്ത് വാർത്ത കിട്ടല്ലോ, CPI-യുടെ ഓഫീസിനകത്ത് ഇരിക്കുന്ന അതായത് പൊളിഞ്ഞ കസേര ഇപ്പൊ ഒരു പാട്ട കസേരയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിൽ പോയി ഇതുപോലത്തെ ഒരു പാട്ട കസേരയില്ലേ? ഇപ്പൊ ഇതുപോലെ എന്റെ നാട്ടിലെ ബീന സോഴ്സുകാർ ഇരിക്കുന്ന പോലെ പാട്ട കസേര. ആ പാട്ട കസേരയിലാണ് അവർ സ്റ്റേറ്റ് കൌൺസിൽ യോഗം നടക്കുമ്പോൾ ഇരിക്കുന്ന ഇരുമ്പിന്റെ കസേര. ആ കസേരയ്ക്ക് പുതിയ ഒരു ഗംഭീരമായ കസേര വാങ്ങിത്തരാമെന്ന് CPI-യോട് ആഭിമുഖ്യമുള്ള അനുഭാവമുള്ള ഏതോ ഒരു വ്യവസായി കൂടിയായിരിക്കുന്ന ഒരാൾ പിന്നെ പറഞ്ഞു. ഇപ്പൊ വെളിയം പറഞ്ഞ മറുപടി എന്താ പറഞ്ഞത്? അത് വാങ്ങിയിട്ട് അതിനകത്ത് ഇരുന്നാൽ ഇവൻ മരിക്കുന്നവരെ പറയും. എന്ത് പറയും? ഞാൻ എനിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കസേരകത്താണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് അത് വേണ്ട തീരുമാനിച്ച പാർട്ടി സെക്രട്ടറിയാണ് ആര്? ഈ പറയുന്ന വെളിയം. നിങ്ങൾക്ക് 1,00,000 കോടി കിലോമീറ്റർ ദൂരത്തോട് പോകാൻ ധൈര്യം ഉണ്ടോ? ഈ പറയുന്ന MP ഗോവിന്ദനല്ലോ ഉണ്ടോ? 1,00,000 കോടി കിലോമീറ്റർ ദൂരത്തോട് പോകാൻ ധൈര്യം ഉണ്ട് ഇയാൾക്കതിനല്ലോ ഉണ്ടോ? ഒരു പാർട്ടി ഒരു മുഖ്യമന്ത്രി എത്ര തീരുമാനം എടുത്തില്ലെങ്കിൽ ആ തീരുമാനം പാടില്ലെന്ന് പറയുന്നിടത്താണ് ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടാവുന്നത്. അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇരിക്കേണ്ടവരില്ലെങ്കിൽ അവർക്ക് വേറെ ആൾ ബാഗ് കയറിയിരിക്കുന്നു പറഞ്ഞത് അവിടെയാണ്. ഇത് മുഴുവൻ തന്നെ കയറൂരി വിട്ടിട്ട് ഇയാൾക്ക് തോന്നിയിരിക്കുന്ന മുഴുവൻ അധാർമിക പ്രവൃത്തികളും നിർബാധം എന്നോണം നടത്തുക. അതിന് പൈസ ആരെടുത്താണ് എടുക്കുന്നത്? പൈസ പബ്ലിക്കിന്റെ പൈസയാണ്. എന്നാൽ പബ്ലിക്കിനകത്ത് ഏറ്റവും നിരാലംബരം നിസ്വരമാക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക്, സമരം ചെയ്യുന്നവർക്ക്, അവർക്ക് കുടിശ്ശിക കൊടുക്കാൻ കാശില്ലാതിരിക്കുകയും ചെയ്യുക. ഇവർ ഈ ധൂർത്തും തമ്മാടിച്ചു നടക്കുക. കേക്ക് എന്ന് പറയുന്ന പോലെ സംഭവമല്ലേ സാരത്? ഫ്രഞ്ച് റവല്യൂഷനകത്ത് ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യത്തിന് സമാനമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ആധുനിക കേരളത്തിനകത്ത് അത്തരം ഒരു മുദ്രാവാക്യം ഉയർത്തേണ്ട ഘട്ടം ഉണ്ടായിത്തീരുക എന്ന് പറഞ്ഞാൽ ഇയാൾ ആരാണ് സർ വാസ്തവത്തിൽ? ഇയാൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത്? ഇങ്ങനെയാണ് അവകാശപ്പെടുന്നത്. നാണമില്ലാതെ ഇന്നിപ്പോ ഈ പറയുന്ന ഇതില്ല ഗവർണറുടെ വിഷയത്തിനകത്ത് PSC വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന സമയത്ത് അവർ ആരെ വേണമെങ്കിലും നിയമിക്കാമെന്ന് പറഞ്ഞ അവസരം ഇവിടെ PSC-ക്കകത്ത് നിങ്ങൾ ഒരാളെ നിശ്ചയിക്കുന്നത് നിങ്ങൾ എന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്താണ് ഇതിനകത്ത് വെക്കുന്നത്? ഏത് പരീക്ഷ പാസ്സായിട്ടാണ് ഇവർ ഇരിക്കുന്നത്? ഇതിനകത്ത് ഏത് പരീക്ഷയാണ് പാസ്സായിട്ടുള്ളത്? ഏത് പരീക്ഷ പാസ്സായിട്ടില്ല? രാഷ്ട്രീയക്കാരന് ഇഷ്ടമുള്ളവരെ വെക്കല്ലേ? ഇതേ സാധനം ആരും ചെയ്യുന്നുള്ളൂ. ഇതേ സാധനം ചെന്നെയാണ് വൈസ് ചാൻസലർമാരായിട്ട് വെക്കുന്ന സമയത്ത് പോലും UGC-യുടെ പുതിയ ഭേദഗതിക്കകത്ത് വരുന്നത്. ഇതിനെ എതിർക്കാനും ചെറുക്കുമ്പോ നിങ്ങളുടെ ഭാഗത്ത് എന്തുണ്ടോ ന്യായം? എന്തിന്റെ ന്യായം? ഞാനതിനെ മറ്റതിനെ ന്യായീകരിക്കല്ലേ ചെയ്ത്. പക്ഷേ പറയുന്നതിനകത്ത് എന്തെങ്കിലും എന്ന് പറയാ ഒരു സത്യസന്ധതയുടെ, മാന്യതയുടെ, ധാർമ്മികതയുടെ അതിന്റെ നേരിയൊരു അംശമെങ്കിലും അതിനകത്ത് ഉണ്ടാവണം. ഇതില്ലാതെ വിളിച്ചു പറയാന്ന് പറഞ്ഞ അർത്ഥമല്ല. അത് ശരിക്കുമെന്ന് പറഞ്ഞാല് മാറ്റുകൾ പറഞ്ഞത് അത് ഷോയിങ് ഓഫ് ആണ്, വെറും സാധനമല്ലത്. ഒന്നുമല്ല. ഒരു നാട്ടുകാരുടെ മുമ്പിൽ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നു പറയാനാണോ? പുതിയനത്തെ ഇത്രമാത്രം പറഞ്ഞിരിക്കും. നിത്യോപയോഗ സാധനത്തിന്റെ വിലയാണെങ്കിൽ ഒരു പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിൽ കുതിക്കുന്നു. അത് ആളുകൾ മുഴുവൻ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, തൊഴിലില്ലാത്ത ഒരവസ്ഥ മറുഭാഗത്ത് വന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും
ഭരിക്കുന്ന ആളുകൾ കഴിഞ്ഞ 10 ദിവസമായി ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ തടയിൽ നിന്ന് പോയി വെയിൽ കൊള്ളുകയാണ്. ഈ മുഖ്യമന്ത്രി കൂടി സത്യത്തെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സത്യം ചെയ്യേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുക എന്ന് മാത്രമേ അയാളെ തടയണം. തടഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് ഈ ഓർഡർ കിട്ടുന്നതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ തുക ലഭ്യമാക്കാനുള്ള സംഗതികളെ തന്നെ ഒപ്പുവെപ്പിക്കണം. അവിടെ വെച്ച് ഇതാണ് വാസ്തവ ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെ വരാവുന്ന ഒരു ജനാധിപത്യം ഇല്ല എങ്കിൽ PSC എടുക്കും. ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്? കഴിഞ്ഞ നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത് പ്രപ്പോസൽ വെച്ചാണ് 3.25 ലക്ഷം രൂപ. ഇത് മതിയാവില്ലേ? 2.25 ലക്ഷം രൂപയ്ക്ക് ജീവിക്കാൻ പറ്റൂല നിങ്ങൾക്ക്. അപ്പോൾ 3.25 ലക്ഷം രൂപ കൊണ്ട് ശമ്പളം ഇവരെന്താണ് മരിക്കുന്നത് വരെ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത്രയും ശമ്പളം കാണും? ശമ്പളം കാണില്ല. ഇത്രയും വലിയ തെമ്മാടുത്ത വരെ അത് വാങ്ങിയിരിക്കുമ്പോ ഇത് കാറിനകത്ത് വല്ല പോലെ ഉളുപ്പുണ്ട് ഇവര്. ഞാൻ ഇതിനകത്ത് ചെറിയൊരു ഉദാഹരണം പറയാം. ഈ കേരളത്തിലെ നമ്മുടെ പിണറായി ഉണ്ടായിരിക്കുന്ന ഏറ്റവും ബിഡി സൊസൈറ്റിയാണ് പിണറായി ബിഡി സൊസൈറ്റി, ദിനേശ് ബിഡി സൊസൈറ്റി. ദീർഘകാലം എന്റെ അച്ഛനതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് ദിനേശ് ബിഡിയുടെ സെൻട്രൽ ഡയറക്ടറായിട്ട് പണിയെടുത്ത ആളാണ്. ഞാൻ SFIയുടെ വലിയ പ്രമാണിയിലായതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് വാഹനങ്ങളുണ്ട്, കണ്ടുപോകാൻ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊടുക്കാനുള്ളത്. അപ്പൊ തലശ്ശേരിയിൽ നിന്ന് ഞാൻ പഴയ പോലീസ് സ്റ്റേഷനിൽ ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഈ ബസ്സിന്റെ ഈ പറയുന്ന ഇതിന്റെ ഒരു വാഹനമുണ്ട്. അതായത് നമ്മുടെ പഴയ മൂക്കുന്തിയുള്ള ഒരു ബെഡ്ഫോർഡിന്റെ ഒരു വണ്ടിയുണ്ട്. ആ ബെഡ്ഫോർഡിന്റെ വണ്ടി ഓടിക്കുന്ന ദാമോദരൻ എന്ന് പറയുന്ന ഡ്രൈവർ രാമനാട്ടനോട് പറഞ്ഞു, ബാബു അല്ല വിടുന്ന് വിളിക്കുന്ന പേരായാലും വിളിക്കുന്നത്, ബാബു പിന്നെ കയറിക്കോ ഞാൻ നാട്ടിലെ കാണുന്നു. ഞാനെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒന്നും വേറെ ആരും ഇല്ലല്ലോ. പാണ്ഡ്യാല മുക്കിലേക്കും പിന്നെ വോട്ട് കമ്മിറ്റിയുടെ ഒരു ഭാഗത്തേക്ക് വരുന്ന കമ്പനികൾക്ക് അത് സാധനം കൊണ്ട് കൊടുക്കാൻ പോകുന്നതാണ്. ഞാൻ അതിനകത്ത് കയറി എന്റെ മുന്നിൽ സീറ്റ് അവിടെ ഇരുന്നു. എന്റെ ഗതികേടിന് ഞാൻ ഈ പിന്നെ പാണ്ഡ്യാല മുക്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ പാണ്ഡ്യാല പോകാൻ ബീഡി കമ്പനിയുടെ അതിനകത്തെ ഒരു സാധാരണ ഒരു സ്റ്റൂളിന്റെ മുകളിൽ അച്ഛനാണ് ഇരിക്കുന്നത്. എന്നോട് ചോദിച്ചു, നീ ആരോട് ചോദിച്ചാൽ ഇതിനകത്ത് കയറിയത്? എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, രാമരാട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കരുതാന്ന് പറഞ്ഞു. അങ്ങനെ അറിയാട്ടെന്നോ. ഇനി മേലിൽ നീ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കയറുന്നത് ഞാൻ തരാം. രാമൻ എന്ന് പറഞ്ഞ ഡ്രൈവറോട് പറഞ്ഞു, ഇനി മേലിൽ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇൻകമിങ് ഞാൻ കട്ട് ചെയ്യും കേട്ടോ. ഇതിന് പറഞ്ഞ മറുപടി എന്താണ്? ഇത് ആർക്ക് സഞ്ചരിക്കാനുള്ളതാണ്? ഇത് ബീഡി തൊഴിലാളിക്ക് സഞ്ചരിക്കാനുള്ളതാണ്. ഇത് ബീഡി തൊഴിലാളിക്ക് മാത്രം സഞ്ചരിക്കാനുള്ളതാണ്, അല്ലാതെ നേതാവിന്റെ മകനാന്ന് പറഞ്ഞ് ഞെരിയാനുള്ളത് അല്ല അതെന്ന്. ഇത് പറയാനുണ്ടായിരിക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികവുമായ ബോധം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുണ്ടാകുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ പൊതുവിൽ ഒരു പൊതുസേവനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം നിങ്ങൾ പഠിക്കുന്നത്. ഇതില്ലാതാക്കി തീർക്കുന്നത് പറഞ്ഞാൽ സർവ്വതരത്തും അധികാരം. ഈ അധികാരം എവിടെയാണ് ഈ അധികാരം നിങ്ങൾ പ്രയോഗിക്കുന്നത്? ആരുടെ മേലെയാണ് നിങ്ങൾ ഈ അധികാരം പ്രയോഗിക്കുന്നത്? ഇങ്ങനെ പ്രയോഗിക്കുന്ന അവസ്ഥയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കാനുണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തോട് പറഞ്ഞിരുന്നത്, നാട്ടുകാരോട് പറയുന്നത് അതാണ്. അതിനെല്ലാം വിരുദ്ധമായി ഞാനും എന്റെ കെട്ടിയോളും എന്റെ ഈ കിച്ചൺ ക്യാബിനറ്റ്, അതായത് ഇവന്റെ മുടിഞ്ഞ അടുക്കളയിൽ നിന്ന് വരുന്ന ഈ കിച്ചൺ ക്യാബിനറ്റ് ചേർന്ന് തീരുമാനിക്കുന്നതാണ്. കേരളം എന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ കേരളത്തിൽ സാധാരണ നിലയിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥക്കെതിരെ വരേണ്ടത് നമ്മൾ പറയുന്ന പോലെ വലിയ ബഹുജന പ്രക്ഷോഭങ്ങളാണ്. പക്ഷേ ഉളുപ്പെന്ന സാധനം ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ഇയാളോട് ഇത് പറഞ്ഞത് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈ പാലക്കാട്ടെ ബ്രൂവറി വിഷയത്തിൽ ഇയാൾ പറഞ്ഞ മറുപടി എന്താ? അത് ഞാൻ തീരുമാനിച്ചു പോയി എന്നാൽ ആരോടോ ഇവൻ തീരുമാനിച്ചു പോയി എന്ന് പറയാൻ? ആരാണ് ഇവർ തീരുമാനിച്ചു പോയി എന്ന് പറയാൻ? അത് പറയുന്നത് എവിടെയാ? ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കമ്മിറ്റിക്കകത്തല്ലേ പറയാൻ തീരുമാനിച്ചു പോയത്? അതിന് അർത്ഥം എന്താ? തീരുമാനിച്ചു പോയി എന്ന് പറഞ്ഞാൽ അർത്ഥം അത്രയേറെ കമ്മീഷൻ വാങ്ങി എന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരോപണം ഇങ്ങനെ കൗണ്ടർ ചെയ്യുക. ഞാൻ തീരുമാനിച്ച പല തീരുമാനങ്ങളും മാറ്റിയിട്ടുണ്ട്. തീരുമാനം മാറ്റാതെ എവിടെയാ പോകുന്നത്? ഈ ബ്രൂവറിയുടെ തീരുമാനവും ഇയാളെ ഈ പാലക്കാട്ടെ ബ്രൂവറിയുടെ തീരുമാനം ഇയാൾക്ക് നടപ്പാക്കാൻ കഴിയില്ല. അത് മാറ്റേണ്ടി വരും. അത് വേറെ വിഷയം. അതാണ് അതിന്റെ പ്രക്ഷോഭങ്ങൾ. പക്ഷേ ഇത്ര അഹങ്കാരത്തിൽ ഒരു സാധനം പറയാൻ മാത്രം വരുമ്പോ എന്തിനടോ ഈ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞു അതിനകത്തിരിക്കുന്നത്? എന്തിനാണ് ഈ CPI ഇതിനകത്തിരിക്കുന്നത്? അവിടെ CPI കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് ഒരു കേരളത്തെ പൊതുവെ നശിപ്പിക്കുന്ന ഇയാളുടെ പ്രവൃത്തിക്ക് ആക്കവും തൂക്കവും വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പണിയാണ് CPI എടുക്കുന്നത്. അത് CPI എന്ന് പറയുന്ന പാർട്ടി പുലർത്തിയിരിക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികവും സത്യസന്ധവുമായ അതിന് നേരെ വിരുദ്ധമായ ഒരവസ്ഥയാണ്. അത് വിനോദ് വിശ്വനെ പോലത്തെ ആളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ അനിവാര്യമായ ദുരന്തമാണ്. അതിന്റെ ഫലം എന്താ? പാർട്ടി കോൺഗ്രസ് നടക്കാൻ ഇന്നേ വരെ ഈ സമയം വായിച്ചു അത് എന്താ വന്നില്ല എന്നറിയോ? അതിന്റെ രാഷ്ട്രീയ രൂപരേഖ കരട് ഇതുവരെ വന്നില്ല. നാളെ അതുകൊണ്ടായിരിക്കും ഇയാൾ പറയുന്ന ഭക്ഷണത്തരത്തിന് സമാനമായിരിക്കുന്ന ഒപ്പിച്ചൊപ്പിച്ചിരിക്കുന്ന സാധനമായിരിക്കും അതും വരിക. അതിനർത്ഥം പൊതുവിൽ എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്ന വലിയ ബഹുജന സമരങ്ങളെ അല്ലെങ്കിൽ മറ്റീണ്ടാക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പങ്കാളിയാവാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇയാളുടെ ഈ പറയുന്ന കുടില ബുദ്ധി ആ പാർട്ടിയെ പോലും കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു എന്നതാണ് അയ്യപ്പദാസ് അതിന്റെ ഏറ്റവും വലിയ ദുരന്തമായി എനിക്ക് തോന്നുന്നത് കേട്ടോ.
ചേട്ടാ ഒരു കാര്യം കൂടെ എനിക്കിതിൽ ഒരു സംശയമാണ്. അതായത് ഈ PSC അംഗങ്ങൾ 21 അംഗങ്ങളുണ്ട്. എല്ലാം തന്നെ CPM അനുഭാവമുള്ളവര് അല്ല എങ്കിലും ഒരു മൃഗീയ ഭൂരിപക്ഷവും CPM അനുഭാവമുള്ളവരായിരിക്കും. അവർക്ക് 62 വയസ്സ് വരെ മെമ്പർമാരായിരിക്കാം. അവർക്ക് യാത്രാപ്പടി അങ്ങനെ ഇങ്ങനെ ഒരു എല്ലാവിധ സൗകര്യങ്ങളുണ്ടാകും. ചേട്ടാ, ഇത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്നതിന് ഇവർ തിരിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈക്കൂലി കൊടുക്കുന്നില്ല എന്നുള്ളതിന് എന്ത് തെളിവ്? കൈക്കൂലി കൊടുക്കുന്നില്ല എന്നത് മാത്രമല്ല, ഇത് കൊടുക്കുന്നത് ആർക്കും വേണ്ടിയാണ്. ഇത് കൊടുക്കുന്നത് പറഞ്ഞാൽ ഇവൻ ഈ പറയുന്ന ഒരാൾക്ക് കൊടുത്തതിനെ ജീവിതകാലം മുഴുവൻ തന്നെ അയാളുടെ മുമ്പിൽ പട്ടിക്ക് സമാനമാണ്. ഈ PSC പട്ടിക്ക് സമാനമാണ്. അതുപോലെ PSC ചെയർമാനും പട്ടിക്ക് സമാനമാണ്. ഇങ്ങനെ പട്ടിക്ക് സമാനമായിരിക്കുന്ന ആളുകളെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. പട്ടീനെ പോറ്റുന്ന വിദ്വാനാണ് ഇവൻ, ഈ ചങ്ങായിയെ. പട്ടീന ഇയാളെ വീട്ടിൽ പോറ്റുന്നത് പട്ടീന. നിങ്ങൾ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെ കണ്ടിട്ട് വീട്ടിൽ പട്ടീനെ പോറ്റുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അതും വില കൂടിയിരിക്കുന്ന പട്ടീന പോറ്റലാണ്. പട്ടിയെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ വീട്ടിൽ പട്ടീനെ പോരുന്നത് എന്താവശ്യത്തിനാണ് പട്ടീനെ പോരുന്നത്? അപ്പൊ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ മനുഷ്യനെ കൂടി മാറ്റി തീർക്കുക. ഒരെത്ര വലിയ ബിരുദമുള്ളവരായാലും ശരി, അത് വേറെ വിഷയം. ഇവന്റെ മുമ്പിൽ പട്ടിക്ക് സമാനമാണ്. അങ്ങനെ പട്ടിക്ക് സമാനമാവാൻ തീരുമാനിച്ചിരിക്കുന്നവൻ മാത്രമാണ് ഇവന്റെ മുമ്പിൽ ഇവൻ കൊടുക്കുന്ന എന്താ പറയാ ഭിക്ഷ ഏറ്റുവാങ്ങുന്നത്. അതായത് അസ്തിത്വം, വ്യക്തിത്വം, ഈ രണ്ട് സാധനവും ഇല്ലാതായി പോയിരിക്കുന്ന കക്ഷികളാണ്. ഷണ്ടത്വം മാത്രം കൈമുതലായിട്ടുള്ള കക്ഷികൾക്ക് മാത്രമേ ഇയാൾക്ക് കിട്ടുന്ന എന്താ പറയാ ഈ ഭിക്ഷ കൈയേൽക്കാൻ കഴിയൂ. അതെല്ലാം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞാണ്, വേറൊരാൾക്ക് പറഞ്ഞതല്ല. ചേട്ടാ, അത് ഇവരെല്ലാം തന്നെ അങ്ങോട്ട് കാശ് കൊടുത്ത്, കാര്യം പാർട്ടികൾക്ക് ഇപ്പൊ ഈ കാശ് കൊടുത്ത് തന്നെയാണ് ഇവരെല്ലാം അംഗങ്ങളാകുന്നത്. അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട് കൃത്യമായിട്ട്. വേറെ ഒന്നും തന്നെ ഇപ്പൊ വരുമാനമില്ലല്ലോ പാർട്ടിക്കൊരു വരുമാനം. ഈ ഘടകകക്ഷികളെ പാർട്ടികൾക്കും ആളുണ്ടാവും, അവരുടെ ആൾക്കാരും ഉണ്ടാവും. ഇപ്പൊ അശോകൻ ചെരുവിൽ എന്ന കഥാകൃത്ത് വരെ PSC അംഗമാണ്. അതുകൊണ്ടല്ലേ ചെരിഞ്ഞ അശോകനെല്ലാം ഇങ്ങനെ വിദേശത്തിൽ അയച്ചു വരുന്നത്. ചെരിഞ്ഞ അശോകനെല്ലാം വരുന്നത് അങ്ങനെയല്ലേ, മറ്റു വേറെ കാര്യം കൊണ്ട് വരുന്നതൊന്നും അല്ലല്ലോ തോന്നുന്നു. ഏതായാലും ചേട്ടാ, നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയം വാദമാണ്. അതെ, നമുക്ക് ഏതായാലും ജനം പട്ടിണി കിടന്നാലും തനിക്ക് സൂഹിക്കണം എന്ന് കരുതുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പടയും ഇതിൽ ഇനി എന്ത് പറയാനാണ്? തനിക്കും താൻ നിശ്ചയിക്കുന്നവർക്കും സൂഹിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതെ, അതാണ് അത് നിശ്ചയിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഒറ്റ ഉദാഹരണം പറയാം. ഈ പറയുന്ന കണ്ണൂർ ജില്ലയിലെ SFIയുടെ പ്രസിഡന്റായിട്ട് വരികയാണ് അനുശ്രീ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. സുപ്രഭാതത്തിന് വരികയാണ്. കണ്ണൂർ ജില്ലയിൽ എത്ര യൂണിറ്റ് ഉണ്ട് എന്ന് പോലും ആ പെൺകുട്ടിക്ക് അറിയാൻ ചാൻസ് ഇല്ല എന്നാണ്. അത് കഴിഞ്ഞ് സമ്മേളനം ആവശ്യപ്പെടുന്നത് ആ കുട്ടി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുകയാണ്. എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പൊ ആ SFIക്ക് കേരളത്തിൽ എത്ര യൂണിറ്റുകളുണ്ട്, എത്ര ജില്ലാ കമ്മിറ്റി, എത്ര മെമ്പർമാർ, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്ര മെമ്പർമാരുണ്ട് എന്ന് പോലും ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാളെ കൂട്ടി നിങ്ങൾ അതിനകത്ത് പോസ്റ്റ് അതിനകത്ത് കൊണ്ട് തസ്തിയിൽ ഇരുത്തുന്നത് പറയുമ്പോൾ എന്താണെന്നറിയോ? അതിലെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങളുടെ ഭാഗമായി പോസ്റ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ. ഈ ഇത്തരം പോസ്റ്റ് ചെയ്യുന്ന വിഷയത്തിനെ ഒറ്റ വിട്ടുകൂടി. അത് തന്നെയാണ് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക. ചിന്താ ജെറോം എന്ന് പറയുന്ന ഈ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ക്യൂബയിൽ ഇപ്പൊ പങ്കെടുക്കാൻ പോയി. എന്താണ് ക്യൂബയുമായി ഈ ചിന്താ ജെറോമുള്ള റിലേഷൻ? എന്താണ് ബന്ധം? ഈ ക്യൂബൻ അംബാസിഡർ തന്നെയാണ് SFIയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഇതെല്ലാം പിറകിൽ കളിക്കുന്നത് ആരാണ്? അത് MA ബേബിയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്? മുഴുവൻ ആൾക്കും അറിയുന്നില്ലേ? അപ്പൊ ഇത് മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാല് ഒരുതരം ചില ആളുകളുടെ കോക്കസിനകത്ത് കളിക്കാവുന്ന സംവിധാനങ്ങൾ മാത്രമായി സംഘടനയിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന തസ്തികയും ഇവരുടെ കയ്യിൽ കളിക്കുന്ന സംഗതികൾ മാത്രമായിട്ട് മാറുമ്പോ ജനം വാസ്തവത്തിൽ മൂക്കത്തെ വിരൽ വെച്ച് നോക്കുകയല്ലാതെ വേറെ വഴിയില്ലാത്തൊരവസ്ഥയിലാണ്. പക്ഷേ ഇവരെല്ലാം ആരാണ്? അവർക്ക് വേണ്ടി സഞ്ചരിക്കാനാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള കാറുകൾ മുഴുവൻ തന്നെ കേരളത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് കിയ കാറിൽ ഇയാൾ സഞ്ചരിക്കുന്നത്. അപ്പൊ അത് മാറി വേറെന്തോ കാറാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയെല്ലാം പോകാൻ മാത്രമാണ് ധൂർത്തും സ്വജനപക്ഷമായിട്ടും ധിക്കാരവും ഇത് മുഴുവൻ കൈമുതലാക്കിയിരിക്കുന്ന ഒരാൾക്ക് ഭരിക്കാനുള്ള ഒരു പ്രദേശം മാത്രമായി, ഒരു പ്രവിശ്യയായി ഈ കേരളത്തെ ഇയാൾ നശിപ്പിച്ചു എന്നതാണ് ഇയാൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അധാർമികത. അതാണ് മിസ്റ്റർ അയ്യപ്പാസ്. തുടർന്നും മറ്റു വിഷയങ്ങൾക്ക് ഞാൻ താങ്കളെ ബന്ധപ്പെടുന്നതാണ്. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു. ഓക്കെ.